എമ്പുരാൻ എന്ന സിനിമ റീസെൻസർ ചെയ്യാൻ പോകുന്നു പോലും. നോക്കൂ, ഈ റീസെൻസർ എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല. ഒരിക്കൽ CBFC സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തതാണ്. ആ സിനിമയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, കട്ട് ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഈ പതിപ്പ്, പുതിയ പതിപ്പ് ആ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വീണ്ടും കൊടുക്കണം. വീണ്ടും അവരിരുന്ന് ഈ സിനിമ മുഴുവൻ കാണണം. അതിൽ ഒബ്ജക്ഷനുള്ളതായിട്ടൊന്നുമില്ല എന്നവർക്ക് തോന്നുകയാണെങ്കിൽ അവർ പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അല്ലാതെ റീസെൻസറിങ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല. ഏതായാലും അത് വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു. കാര്യം മനസ്സിലാവുന്നുണ്ട് അതിലൂടെ. അങ്ങനെ ഒരു പേരില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനൊക്കെ വ്യക്തമായ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടെന്ന്. സിനിമാറ്റോഗ്രാഫിക് ആക്ട് ഓഫ് ഇന്ത്യ 1956 അത് പലതവണ മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ആക്ടിന് കീഴിലാണ് ഈ CBFC ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, സംഗതികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 17 മാറ്റങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് TV-യിലെല്ലാം. അതിൽ ചില രംഗങ്ങൾ എടുത്തു കളയും, ചില ആളുകളുടെ പേര് മാറ്റും, ചില സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യും. ഈ 3 വ്യത്യാസങ്ങളോടുകൂടി മൊത്തം 17 മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതിൽ നിന്ന് സിനിമയുടെ മെസ്സേജ് വേറെയാകുമോ? ഈ സിനിമയെ പറ്റിയുള്ള പരാതി എന്താ? ഇതിൽ ചരിത്രം തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നു, അതിലൂടെ തെറ്റായ ഒരു സന്ദേശം പോകുന്നു. അല്ലാതെ നിങ്ങളിപ്പോൾ ബാബ ബജറംഗി എന്ന ആളിൻ്റെ പേര് തങ്കപ്പൻ നായർ എന്നാക്കി മാറ്റിയെന്ന് വിചാരിച്ചിട്ട് ആ മെസ്സേജ് മാറുന്നില്ലല്ലോ. മെസ്സേജ് അതുപോലെ നിൽക്കുകയല്ലേ. ഇപ്പോൾ ഗർഭിണിയെ ശൂലം കൊണ്ട് കുത്തുന്ന സീൻ അതെടുത്തു മാറ്റി എന്ന് വിചാരിച്ചിട്ട് അങ്ങനൊരു സംഭവം ഇല്ലയെന്നൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ മൊത്തം സിനിമയുടെ സന്ദേശമാണ് ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്തത്. ആ സന്ദേശം ഇപ്പോഴും നിലനിൽക്കും. ഒരുപക്ഷെ വേണമെങ്കിൽ അതിൻ്റെ പഞ്ച് കുറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാം എന്നേ ഉള്ളൂ. ഒരു സിനിമയ്ക്കൊരു പഞ്ചും ഉണ്ടല്ലോ. ആ സന്ദേശം എത്ര ആഴത്തിലാണ് മനുഷ്യൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്നത്, ആ ആഴത്തിന് ഒരു ലേശം കുറവ് വരുത്താൻ വേണമെങ്കിൽ ഇത്തരം ട്രിക്ക് കൊണ്ട് സാധിക്കും. പക്ഷേ പൊതുവായ സന്ദേശം അത് അതുപോലെ നിലനിൽക്കും. ഈ സന്ദേശം പോണോ വേണ്ടയോ എന്നാണ് CBFCയിലെ മെമ്പർമാർ തീരുമാനിക്കേണ്ടത്. അവർ BJP ആണെങ്കിലും RSS ആണെങ്കിലും അല്ലെങ്കിലും അവർക്കില്ലാത്തൊരു സാധനം ഈ കാഴ്ചപ്പാടാണ് താനും. കാഴ്ചപ്പാട് അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാകുന്നതല്ല. പലരും ധരിക്കുന്നത് ഈ സിനിമയെപ്പറ്റി സാങ്കേതിക പരിജ്ഞാനമുള്ളവർ വേണം സെൻസർ ബോർഡിൽ ഇരിക്കാനെന്ന്. ഒരിക്കലുമല്ല. സാധാരണ മനുഷ്യർ വേണം ഇരിക്കാൻ. ടച്ചി അല്ലാത്ത, ചിക്കൻ ഹാർട്ടഡ് അല്ലാത്ത പക്വതയുള്ള മനുഷ്യരിരുന്ന് വേണം ഇത് കണ്ട് സർട്ടിഫൈ ചെയ്യാൻ. വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ സെൻസറിങ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ പാടില്ല. സന്ദേശം കറക്റ്റാണോ എന്ന് നോക്കുക. യുവാക്കളിൽ, കുട്ടികളിൽ, മുതിർന്നവരിൽ ഒക്കെ ഈ സിനിമ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ശുദ്ധ എൻ്റർടൈൻ ആണെങ്കിൽ എൻ്റർടൈനർ മാത്രമായിരിക്കും അത്. അതിനകത്തുനിന്ന് വേറെ മെസ്സേജൊന്നും ഉണ്ടാവില്ല. ബട്ട് പൊളിറ്റിക്കൽ ഫിലിം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ മെസ്സേജ്? ഇത് വേണം നോക്കാൻ. അങ്ങനെ മെസ്സേജ് നോക്കിയിട്ട് ഇത് തീവ്രമായ രാഷ്ട്രവിരുദ്ധ വികാരത്തെ ന്യായീകരിക്കുന്നതാണോ? അതിതീവ്രമായ സെക്സിനെ ന്യായീകരിക്കുന്നതാണോ? അതിഭയാനകമായ വയലൻസിനെ ന്യായീകരിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം വേണം പരിശോധിക്കാൻ. അല്ലാതെ സാങ്കേതികമായിട്ട് ഒരു സിനിമ മോശമാണെന്നുള്ളതിൻ്റെ പേരിൽ അതിന് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാൻ പാടില്ല. ഒരു മോശം സിനിമ പിടിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ടെന്നേ. ഒരു ഡ്രാഗിങ് സിനിമ, ഇപ്പോൾ ആൾക്കാർ പറയുമല്ലോ ഡ്രാഗ് അനുഭവപ്പെട്ടു, ലാഗ് അനുഭവപ്പെട്ടു. ഈ കാരണം കൊണ്ടൊന്നും സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ പാടില്ല. ഒരാൾ ലാഗിങ് സിനിമ എടുക്കാൻ തീരുമാനിച്ചു, യെസ്, സോ വാട്ട്? ലാഗിങ് സിനിമ അയാൾ കാണിക്കും. കാണേണ്ടവർ കാണും, അല്ലാത്തവർ കാണില്ല. സാമ്പത്തികമായ നഷ്ടമോ ലാഭമോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാകും. ഇതൊന്നും സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അധികാരിയെ ബാധിക്കുന്ന കാര്യമല്ല. ഇതാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ഉദ്ദേശം. പല രാജ്യങ്ങളിലും സെൻസറിങ് ഇല്ലാത്തതും ഈ കാരണം കൊണ്ടാണ്. അവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുന്നു. ഞാനും അതിന് വില കൊടുക്കുന്ന ആളാണ്.
അതുകൊണ്ട് ഒരു ദേശീയ പതാക ഒരാൾ കത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങനെ അങ്ങ് വികാരം കയറുകയൊന്നുമില്ല. ബട്ട് നിങ്ങൾ നോക്കൂ, ഒരു സാധാരണ ദിവസം എന്തോ ദേഷ്യം കയറി ഭ്രാന്ത് കയറിയിട്ട് ഒരാൾ ദേശീയ പതാക കത്തിക്കുന്നു. അത് വലിയൊരു വിഷയമല്ല, വലിയൊരു മെസ്സേജും അത് കൊടുക്കുന്നില്ല. പക്ഷേ ഓഗസ്റ്റ് 15 കേരളത്തിൽ ഇന്ത്യൻ നേവിയുടെ ഗേറ്റിന് മുമ്പിൽ വെച്ച് കുറച്ച് പേര് ചേർന്ന് ദേശീയ പതാക കത്തിക്കുന്നു. അതിലൊരു സന്ദേശമുണ്ട്, അപകടകരമായ സന്ദേശം, ഇല്ലേ? പ്രവൃത്തി ഒന്ന് തന്നെയാണ്. മറ്റേയാളും ഒരുപക്ഷെ നേവി ഗേറ്റിന് മുമ്പിലായിരിക്കും ഇത് കത്തിച്ചിരിക്കുന്നത്, പക്ഷെ കത്തിച്ചത് സാധാരണ ദിവസമാണ്. അപ്പോൾ അതൊരു കൗതുകം കൂടി വന്നു കഴിഞ്ഞാൽ ആരുടെ ഇത് പിടിച്ചുകൊണ്ട് പോടാൻ പിന്നെ എന്നൊക്കെ പറയാം. ഇത്രയേ ഉള്ളൂ ആ സംഭവം. അപ്പോൾ ദേശീയ പതാക എപ്പോൾ കത്തിക്കുന്നു, എന്തിന് കത്തിക്കുന്നു, അതിനകത്തെ മെസ്സേജ് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് സെൻസർ ബോർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ബോർഡ് പ്രവർത്തിക്കേണ്ടത്. അതല്ലാതെ യാന്ത്രികമായിട്ട് ഇന്ന കാര്യങ്ങൾ രാജ്യദ്രോഹമാണെന്നൊക്കെ എഴുതി വയ്ക്കുക, ഇതൊന്നും അല്ല. നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ കുഴപ്പം, കാഴ്ചയുള്ളവർ സെൻസർ ബോർഡിലുണ്ട്, പക്ഷേ കാഴ്ചപ്പാടുള്ളവർ ഇല്ല എന്നുള്ളതാണ്. കാഴ്ചപ്പാട് മുകളിൽ മുതൽ താഴെ വരെ ഇല്ല, അഥവാ ഉള്ളത് വികലമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രസൂൻ ജോഷിയെ കുറ്റം പറയാൻ കാര്യം. ഒരു കാഴ്ചപ്പാടുമില്ലാത്ത, അല്ലെങ്കിൽ ദേശവിരുദ്ധമായ കാഴ്ചപ്പാട് മാത്രമുള്ള ഒരു ക്യാരക്ടറാണ് പ്രസൂൻ ജോഷി. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം, നരേന്ദ്രമോദി രാജിവെച്ചാലും ശരി, പ്രസൂൻ ജോഷിയെ CBFCയുടെ തലപ്പത്തു നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല, മാറ്റില്ല. അയാൾ അത്രയ്ക്ക് ക്രിട്ടിക്കലാണ് അയാളുടെ അപ്പോയിൻമെൻറ്റ്. ഈസ് ദാറ്റ് ക്രിട്ടിക്കൽ ബിക്കോസ് വി നീഡ് ദാറ്റ് ആൻറ്റി നാഷണൽ പേഴ്സൺ ഇൻ ദാറ്റ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഇതൊക്കെ പോട്ടെ, സിനിമാറ്റോഗ്രാഫി ആക്റ്റിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർക്ക് സ്വമേധയാ ഒരു സിനിമ വിളിച്ചു വരുത്തി കണ്ട് ആ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഫാസിസം എന്നൊക്കെ പറയാം, പക്ഷേ വകുപ്പ് അങ്ങനെയാണ്. ഇവരെല്ലാവരെയും ഓവർ റൈഡ് ചെയ്തുകൊണ്ട് അശ്വിനി വൈഷ്ണവിന് ഈ സിനിമ വിളിച്ചു വരുത്തി കണ്ടിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ചെയ്യുമോ അശ്വിനി വൈഷ്ണവ്? ചെയ്യില്ല. പ്രാണം പോയാൽ ചെയ്യില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ദീസ് പീപ്പിൾ. വലിയ അതർവൈസ് എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നേഷൻസ് പ്രൈഡ്, ദേ ജസ്റ്റ് കൊളാപ്സ്, ദേ കോംപ്രമൈസ്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കമ്മിങ് ബാക്ക് ടു ഈ ഫിലിമിൻ്റെ മെസ്സേജ് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗോപാലൻ ചേട്ടൻ സ്വമേധയാ ഇത് മാറ്റി കൊണ്ടുപോയി സെൻസർ ബോർഡിനെ കാണിച്ചുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഗോപാലൻ ചേട്ടനോ നാട്ടുകാർക്കോ ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്ന് രാവിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇതിൻ്റെ വീണ്ടും സ്ക്രീനിങ് നടന്നു എന്നൊക്കെ കേൾക്കുന്നു. തിങ്കളാഴ്ചയാകും ഇത് ടെക്നിക്കലി പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ. ജോലി കുറേ കിടപ്പില്ലേ? 4000 സ്ക്രീനുകളിലാണ് ഇത് പോയിരിക്കുന്നത്. ഈ 4000 സ്ഥലത്ത് ഇത് റീലോഡ് ചെയ്യണ്ടേ? റീലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണച്ചെലവുള്ള കാര്യവുമാണ്. വലിയ തുകയൊന്നും ആവില്ലെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അത് പോട്ടെ, ഇതിൻ്റെ OTT കൊടുത്ത് കാണുമല്ലോ. OTTയിൽ പ്രദർശനത്തിന് CBFCക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ OCCയിൽ പഴയ സിനിമ തന്നെ ഓടും, തിയേറ്ററിൽ കട്ട് ചെയ്ത സിനിമ ഓടും, സാറ്റലൈറ്റിൽ പഴയ സിനിമ ഓടും, ഇന്ത്യ ഒഴിച്ചുള്ള മറ്റ് രാജ്യങ്ങളിൽ പഴയ സിനിമ ഓടും. ഇവിടെ ബജറംഗി ഉണ്ടാവില്ല, തങ്കപ്പൻ നായരായിരിക്കും. ഗൾഫിൽ ബജറംഗി തന്നെ ആയിരിക്കും. ഇതാണ് ഭ്രാന്ത്. എന്തിനീ എക്സർസൈസ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരിക്കൽ നിങ്ങൾ സർട്ടിഫൈ ചെയ്ത സിനിമയല്ലേ, നിങ്ങളതിൽ ഉറച്ചു നിൽക്കൂ. ആ മെസ്സേജിന് തരക്കേടില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ. യു ഡിഫെൻഡ് യുവർ ഡിസിഷൻ. എനിക്ക് CBFCയുടെ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളൊരു തീരുമാനമെടുത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമ നാട്ടിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് യു തിങ്ക് യു ഓവ് ആൻ എക്സ്പ്ലനേഷൻ ടു ദ പീപ്പിൾ? നിങ്ങൾ 4 പേരോ 8 പേരോ ആരാണെന്ന് വെച്ചാൽ കൂടിയിട്ട് നിങ്ങളൊരു പത്രക്കുറിപ്പ് ഇറക്കണം, ഞങ്ങൾ ചെയ്തില്ലേ, അതിൽ തെറ്റ് വരും, എന്ത് പ്രശ്നമാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യണ്ടേ? അതുമില്ല. ഗോപാലൻ ചേട്ടൻ വന്ന് പറഞ്ഞു, അല്ല അത് ഞാൻ കുറേ മാറ്റാൻ പോവാണ്. ഓ ആയിക്കോട്ടെ, അതിനും സമ്മതിക്കുക. എന്നാൽ പിന്നെ നേരത്തെ നിങ്ങൾ ഇതും ഉള്ളപ്പോൾ സമ്മതിച്ചത് എന്തിനാ? അതിന് ഉത്തരമില്ല. ആകെ കൂടെ മിസ്മാനേജ് ചെയ്ത ഒരു ഏർപ്പാടായിപ്പോയി ഈ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ കാര്യം.
ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് 2ഉം 3ഉം മെസ്സേജ്, പക്ഷേ ഒരേ ദിശയിലുള്ള മെസ്സേജ്. ഒരു മെസ്സേജിന് ഷാർപ്പ്നെസ് കൂടുതൽ, മറ്റൊരു മെസ്സേജിന് ഷാർപ്പ്നെസ് കുറവ്. ഇതാണ് ഇതിൻ്റെ ബാക്കിപത്രം. അപഹാസ്യമായ ഒരു അഡ്മിനിസ്ട്രേഷനും അതിന് പറ്റിയ സിനിമാക്കാരും എല്ലാം കൂടെ വളരെ വൃത്തിയാകുന്നുണ്ട് നമ്മളുടെ നാട്. താങ്ക് യു.